ഞാൻ തയ്യാറാക്കുന്നത് കുമ്പിളപ്പമാണ്. ഇതിനെ കുമ്പിളപ്പം എന്നും വയനയിലപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ചക്കപ്പഴമോ നേന്ത്രപ്പഴമോ ഒന്നും വെച്ചല്ല ചെയ്യുന്നത്, സാധാ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു 2 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ചും കൂടി ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ, അതിനനുസരിച്ച് ശർക്കര എടുക്കുക. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞു വരും. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അളന്ന് ഒരു പാത്രത്തിലോട്ട് വെക്കുകയാണ്. ഇതിപ്പോൾ ഒരു 3 കപ്പുണ്ട്. വെള്ളവും ശർക്കരപ്പാനിയും കൂടി ഇത് 3 കപ്പുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പുട്ടിൻ്റെ മാവാകുമ്പോൾ ഒരു തരിതരിപ്പുള്ള ഒരു മാവായിരിക്കും. അതിലേക്ക് ഗോതമ്പ് മാവ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചായിരിക്കണം നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. 1/2 കപ്പ് ഗോതമ്പ് മാവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇലയൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈർക്കിൽ വെച്ച് കുത്താം. എൻ്റെ ഒരു ഈർക്കിലില്ലാത്തതുകൊണ്ട് ഞാൻ ടൂത്ത് പിക്ക് വെച്ച് വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് മാവിനെ വെച്ച് കൊടുക്കണം. ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വയണയുടെ ഇലയാണ്. നമുക്ക് വയണയില ഇല്ലെങ്കിൽ കറുകയിലയോ വാഴയിലയോ ഒക്കെ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഞാൻ ആക്കിയെടുക്കുകയാണ്. നമ്മൾ കൈവച്ച് നല്ല ഒതുക്കി കൊടുത്താൽ മതി. ഇനി ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് തട്ട് വെച്ച് അതിന് മുകളിൽ വയനയിലപ്പം വെച്ച് കൊടുക്കുകയാണ്. ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് വയ്ക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, പുട്ടിൻ്റെ മാവൊക്കെ നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നല്ലൊരു തരി കണക്ക് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്